മൂഷികവാഹന ശരണം ഗണേശ മോദകഹസ്ത ശരണം ഗണേശ ഗണേശ ശരണം ശരണം ഗണേശ വാമനരൂപ ശരണം ഗണേശ മഹേശ്വരപുത്ര ശരണം ഗണേശ ഗണേശ ശരണം പാർവതി തനയാ ശരണം ഗണേശ ഗംഗാധര സുത ശരണം ഗണേശ ഗണേശ ശരണം വിഘ്നവിനായക ശരണം ഗണേശ സിദ്ധിവിനായക ശരണം ഗണേശ ഗണേശ ശരണം പാർവതിപുത്ര ശരണം ഗണേശ പാദനമസ്തേ ശരണം ഗണേശ ഗണേശ ശരണം ശരണം ഗണേശ ഗണേശ ശരണം ശരണം ഗണേശ ശരണം ശരണം ഗണേശ ഗണേശ ശരണം ശരണം ഗണേശ ഭവാബ്ദിപോതം വന്ദേ മഹാപുരുഷ തേ ചരണാരവിന്ദം ഭാഗ്യോദയേന ബഹുജന്മസമാർജിതേന സത്സംഗമം ച ലഭത്തെ പുരുഷോ യദാ വൈ അജ്ഞാനഹേതുകൃതമോഹമദാന്ധകാരനാശം വിധായ ഹി തദോദയത്തെ വിവേകഃ യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാം ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. തൃതീയ സ്കന്ധത്തിലെ കപിലോപദേശം എന്ന ഭാഗത്തിലൂടെയാണ് നാം പാരായണം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാം ദിവസമായി ഇന്നലെ പ്രധാനമായും പ്രഥമസ്കന്ധത്തെ ആസ്പദമാക്കിയാണ് നാം കുറേ കാര്യങ്ങൾ ഇവിടെ വിശകലനം ചെയ്യാൻ ശ്രമിച്ചത്. അതിൽ ഭാഗവതത്തിൽ ആദ്യം തന്നെ ഒന്നാമത്തെ സ്കന്ധത്തിൽ തന്നെ ഭാഗവതം ലക്ഷ്യമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈശ്വരപ്രാപ്തിയെ അല്ലെങ്കിൽ ആത്മാസാക്ഷാത്കാരത്തെ, ആ ലക്ഷ്യത്തെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു അവബോധം നമ്മിൽ ഉറപ്പിക്കാൻ ഒരു ശ്ലോകം സമ്മാനിച്ചത് നാം ഓർക്കുന്നുണ്ട്. വദന്തിത തത്വവിദസ്തത്വം യത് ജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത എന്നതായിരുന്നു ആ ശ്ലോകം. അതിനെക്കുറിച്ച് നമ്മൾ കുറേ അധികം കാര്യങ്ങൾ ഇവിടെ ചിന്തിക്കുകയുണ്ടായി. പിന്നീട് രണ്ടാമത് നമ്മളെടുത്ത ഒരു ഭാഗമായിരുന്നു മൂന്നാം അധ്യായത്തിലെ അവതാര വിവരണം. സനകാദി മഹർഷിമാർ മുതൽ കൽക്കി വരെ നീണ്ടു നിൽക്കുന്ന 22 അവതാരങ്ങളെ ക്രമമായി പറഞ്ഞുകൊണ്ടാണ് ഭാഗവതത്തിലെ മുഴുവൻ എന്തെല്ലാം കാര്യങ്ങൾ ഭാഗവതവുമായി ബന്ധപ്പെട്ട് നാം അറിയേണ്ടതുണ്ടോ അതെല്ലാം ഈ അവതാര വിവരണങ്ങളിൽ ക്രോഡീകരിച്ചതായി നാം കാണുന്നുണ്ട്. നമ്മുടെ ജീവിതയാത്ര, അതായത് ജനനം മുതൽ മരണം വരെയുള്ള ഈ കാലയളവ് എങ്ങനെ കൃത്യമായി അടുക്കും ചിട്ടയോടും കൂടി നയിച്ച് പൂർത്തീകരിക്കണം എന്നതിന് ഏറ്റവും പ്രായോഗികമായ ഒരു സമീപനമാണ് വാസ്തവത്തിൽ ഈ അവതാരങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ അവതാരങ്ങൾ 22 3ആയി നമ്മൾ വർഗീകരിക്കുമ്പോൾ ഈ 3 വിഭാഗം അവതാരങ്ങളും 3 പ്രധാനപ്പെട്ട സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട്. അതിലൊന്നാമത്തേത് ഈ സനകൻ, സനാതനൻ, സനന്ദനൻ, സനൽകുമാരൻ നമ്മൾ കണ്ടല്ലോ. അവിടെ മുതൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് രണ്ടാമത്തേത് വരാഹ അവതാരം, മൂന്നാമത്തേതായിട്ട് ശ്രീമദ് ഭാവതൃതീയം തുരസ തൃതീയം ഋഷ്യസർഗം ച ദേവർഷത്വം ഉപേത്യസ തന്ത്രം സാത്വതമാചഷ്ട എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഈ അവതാരക്രമത്തിൽ ആദ്യത്തെ 6 എണ്ണവും ജ്ഞാന സംബന്ധമാണ്. അതായത് ജീവിതയാത്രയിൽ നാം മുന്നോട്ടുള്ള പ്രയാണത്തിന് ആദ്യം ആർജിച്ച് അതായത് സംഭരിക്കേണ്ടത് അറിവാണ്. മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ഈ ലോകത്തെക്കുറിച്ചും നമ്മുടെ മനുഷ്യജന്മത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചും നമ്മുടെ മുൻപേ ജനിച്ച് ജീവിച്ചു പോയവരുടെ അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ അറിയുന്നത് ഈ ലോകയാത്ര സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ സഹായിക്കും.
അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ അറിയാനും ചിലതൊക്കെ മനസ്സിലാക്കി പരിശീലിക്കാനുമുള്ള സുവർണകാലമാണ് വിദ്യാഭ്യാസകാലം. അത് കൗമാരത്തിലാണ് സംഭവിക്കുക. ശൈശവം കഴിഞ്ഞ് ബാല്യകാലം പിന്നിട്ട് കൗമാരത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ ഒരു മേഖലയിൽ നമുക്ക് ഒരുപാട് അവസരങ്ങൾ സഞ്ചരിക്കാനുള്ള പാഠപുസ്തകങ്ങൾ, അധ്യാപകർ, ചുറ്റുപാടുമുള്ള മനുഷ്യർ, പ്രകൃതിയിലെ ജീവജാലങ്ങൾ, അങ്ങനെ പലതും കണ്ടെത്താനും അറിയാനും അന്വേഷിക്കാനുമുള്ള സഹജമായ പ്രവണത കൂടുതൽ ശക്തിപ്പെടുന്ന കാലം കൗമാരമാണ്. അതുകൊണ്ട് തന്നെ സനകനും വരാഹവും നാരദനും നരനാരായണ ഋഷിയും കപില മഹർഷിയും ദത്താത്രേയനുമൊക്കെ ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ മൂർത്തികളാണ്. അപ്പോൾ അറിവ് നേടിക്കഴിഞ്ഞാൽ രണ്ടാമത് പിന്നീട് എന്താ, ജ്ഞാനം സമ്പാദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടം യജ്ഞൻ, ഋഷഭൻ, ഋതു, മത്സ്യം, കൂർമ്മം, ധന്വന്തരി, മോഹിനി ഇവയെല്ലാം കർമ്മത്തെ സംബന്ധിക്കുന്നവയാണ്. ഏറ്റവും മികച്ച രീതിയിൽ നാം ഈ ലോകത്തെങ്ങനെ പ്രവൃത്തിയെ നിർവഹിക്കണം, കർമ്മങ്ങളെ ആവിഷ്കരിക്കണം എന്നതിൻ്റെ വിശദാംശങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിനാണല്ലോ ഏറ്റവും കർമ്മങ്ങൾ ഉണ്ടാകുക. പലതരത്തിലുള്ള പ്രവൃത്തികളിൽ എല്ലായ്പ്പോഴും വ്യാപരിക്കുന്നത് ഗൃഹസ്ഥാശ്രമികളാണ്. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ, അവർക്ക് വീട്ടുകാര്യങ്ങൾ, ഔദ്യോഗിക കാര്യങ്ങൾ, പൊതുകാര്യങ്ങൾ, വ്യക്തിപരമായ കാര്യങ്ങൾ, അതുപോലെ സുഹൃത്തുക്കളുമായി എന്തെല്ലാം കാര്യങ്ങളിലാണ് അവരെപ്പോഴും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശരിയോ അല്ലേ? ഇവിടെ തന്നെ ആരോടെങ്കിലും നമ്മൾ ചോദിച്ചു നോക്കൂ, സപ്താഹത്തിന് വരുന്നില്ല എന്ന് ഒരു ഗൃഹജീവിതം നയിക്കുന്ന ഒരാളോട് ചോദിച്ചാൽ എന്തായിരിക്കും അവർക്ക് പറയാനുള്ളത്? എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാൽ അവർ എന്താ പറയുക? ഒട്ടും എന്താ പറയുക, പൊതുവെ ഒട്ടും സമയമില്ല. ഒരു കാര്യത്തിന് നമുക്ക് സമയം തികയുന്നില്ല. അത്രമാത്രം കർമ്മങ്ങളുടെ ബാഹുല്യം ഓരോരുത്തർക്കും ഉണ്ട്. എന്തെല്ലാം ചെയ്യാനുണ്ട്. ചെയ്തിട്ടും തീരാത്ത വിധത്തിൽ ഇത് വീണ്ടും വളർന്നുകൊണ്ടേയിരിക്കുക. നമ്മൾ ഒരു കാര്യം ചെയ്ത് തീർത്തിയാൽ ഒന്ന് റെസ്റ്റ് എടുക്കാം, ഇനി കുറച്ച് സമാധാനിക്കാം എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഇരട്ടി വീണ്ടും കർമ്മങ്ങളിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അതതിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ആ കർമ്മങ്ങളെ എങ്ങനെ നാം ഇവിടെ നിർവഹിക്കണം, അതിലെങ്ങനെ വ്യാപരിക്കണം എന്നതിൻ്റെ ചില മാതൃകകളെ ഈ അവതാരങ്ങൾ പഠിപ്പിക്കും. അത് എത്ര കാലം നീണ്ടു നിൽക്കും? ഇങ്ങനെ ഈ നെട്ടോട്ടം, സമയമില്ലായ്മ ഒക്കെ എത്ര കാലം നീണ്ടു നിൽക്കും? ഒരു പകുതി ദൂരം, അതായത് 10-25 വർഷമൊക്കെ കൂടി കഴിയുമ്പോൾ, ഒരു 45-50 പ്രായം എത്തുന്ന സമയത്ത് അതിലുള്ള നിർബന്ധ ബുദ്ധി, പിടിവാശി, അല്ലെ, ആകർഷണം, അമിതാധ്വാനം, ഇതെല്ലാം ക്രമേണ എന്ത് ചെയ്യുന്നതായി കാണാം. നമുക്ക് കുറഞ്ഞു വരാം. ഒരു മതിയാക്കാം, അല്ലെങ്കിൽ ഒന്ന് വിരമിക്കാം, റെസ്റ്റ് എടുക്കാം എന്നൊക്കെ ഒരു തോന്നല് ശക്തിപ്പെടുന്ന കാലം. പിന്നീട് പഴയ പോലെ ഓടിച്ചാടം നിരക്കലോ വെട്ടിപ്പിടിക്കലോ തട്ടിപ്പറിക്കലോ ഒന്നും അങ്ങനെ സാധാരണയായി കാണാറില്ല. പിന്നെ അത് ഉള്ളത് കൊണ്ട് പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുക എന്നതാണ് പൊതുവെ ലോകത്തിൽ നാം കാണുന്ന രീതി. അതുകൊണ്ട് അവിടെ നേട്ടങ്ങളാണ് തീർച്ചയായിട്ടും. ഇത് നേരത്തെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച്, ബ്രഹ്മചാരിയെ സംബന്ധിച്ച് അവർക്കൊന്നും ആർജിക്കേണ്ടതില്ല, അവർക്കൊന്നും നേടാനുള്ളതായിട്ടില്ല. നേടാനുള്ളതൊന്നും മാത്രമേ ഉള്ളൂ. എന്താ? അറിവ് മാത്രമേ ആ കാലത്ത് നേടാനുള്ളൂ. ബാക്കിയുള്ള ഒരു ഭൗതിക വിഭവങ്ങളും വിഷയങ്ങളും ആ കാലത്ത് ആവശ്യത്തിലധികം നേടാനുള്ള ഒരു അവസരവും പരിശ്രമവും ആ കാലത്ത് ഉണ്ടാകാറില്ല. ഉണ്ടോ? വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും ഏൺ ചെയ്യുന്നതായിട്ട് കാണാറുണ്ടോ? അവരുടെ ഡേ ടു ഡേ ലൈഫ്, ദൈനംദിന ജീവിതത്തിന് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മാതാപിതാക്കളിൽ നിന്നൊക്കെ വാങ്ങുക, അല്ലെങ്കിൽ ഉള്ളത് കൊണ്ടത് കൈകാര്യം ചെയ്യുക എന്നല്ലാതെ കൂടുതലായി സമ്പാദിക്കുക എന്നത്, നേടുക എന്നത് വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ആവശ്യമില്ല. അപ്പൊ നേടേണ്ടത് എന്താ? നേടേണ്ടതൊന്നു മാത്രമേ ഉള്ളൂ. അറിവ് നേടണം, സംസ്കാരം നേടണം, ആദർശം നേടണം, ജീവിതത്തെക്കുറിച്ച് മികച്ച വീക്ഷണം നേടണം. ഇതെല്ലാം സ്വായത്തമാക്കാനുള്ള അവസരമാണ് യഥാർത്ഥത്തിൽ ഈ ബ്രഹ്മചര്യ കാലം, അതായത് വിദ്യാഭ്യാസ കാലം. അത് കഴിഞ്ഞ് ഈ നേടിയതെല്ലാം നാം നേടിയ അറിവും നമ്മിലെ കഴിവും സമന്വയിപ്പിച്ചുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കാനുള്ള അവസരമാണ് ഗൃഹസ്ഥാശ്രമം. അവിടെയാണല്ലോ എല്ലാം ഉണ്ടാകുന്നത്. വീട് വയ്ക്കുന്നു, ഭൂമി വാങ്ങുന്നു, സന്താനങ്ങൾ ഉണ്ടാകുന്നു, സമ്പത്ത് വർദ്ധിക്കുന്നു, സൗഹൃദം കൂടുന്നു, ഉത്തരവാദിത്വങ്ങൾ ഏറുന്നു. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന കാലമാണ് ഇത്. രണ്ടാമത്തെ ഘട്ടം ഗൃഹസ്ഥാശ്രമം. അവിടെയല്ലേ ഇതെല്ലാം വർദ്ധിക്കുന്നത്? അല്ല. അങ്ങനെയാണോ? അവിടെയല്ലേ നമ്മൾ തൊഴിലിൽ പ്രവേശിച്ചു, വരുമാനം വർദ്ധിപ്പിച്ചു, പിന്നെ അത് വിനിമയം ചെയ്യാൻ നല്ല വീട് വയ്ക്കുന്നു, ധാരാളം ഭൂമി വാങ്ങുന്നു, കെട്ടിടങ്ങൾ പണിയുന്നു, പിന്നെ സന്താനങ്ങൾ ഉണ്ടാകുന്നു, അവരെ മികച്ച വിദ്യാഭ്യാസം ചെയ്യിക്കാൻ വേണ്ടി പണം ചെലവ് ചെയ്യുന്നു. അങ്ങനെ അഭിവൃദ്ധിയുടെ ഒരു കാലമാണ് യഥാർത്ഥത്തിൽ. അത് വേണമെന്നാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഈ സമൂഹത്തിൽ അങ്ങനെ ഏൺ ചെയ്യാനുള്ള ഒരു ശക്തമായ ഒരു പ്രവർത്തനം പലപ്പോഴും, എന്താ നിങ്ങളുടെ അഭിപ്രായം, നിരീക്ഷണം?
നമ്മുടെ ഈ സമൂഹത്തിൽ, ഹൈന്ദവ സമാജത്തിൽ ഈ ആരോഗ്യമുള്ള ഏറ്റവും പ്രഷ്യസായ ഈ കാലയളവ് പരമാവധി ഏൺ ചെയ്യാനുള്ള അവസരങ്ങളായി കാണാനുള്ള ഒരു സമീപനം നമുക്ക് ചെറുപ്പത്തിലെ കിട്ടുന്നുണ്ടോ? ഇങ്ങനൊരു എഡ്യൂക്കേഷൻ എന്താ നിങ്ങൾ മിണ്ടാത്തത്? എങ്ങനെയെങ്കിലും തരികിട കാണിച്ച് പോവാന്നല്ലാണ്ട് ആരെങ്കിലും പറ്റിച്ചോ വെട്ടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും മയക്കുമരുന്ന് വെച്ച് അങ്ങനെ ഏതെങ്കിലും സൂത്രപ്പണിയുടെ കുറേ പണം നേടി അടിച്ചു പൊളിച്ച് ജീവിക്കാന്നല്ലാണ്ട് നമ്മൾ കൃത്യമായി ജീവിതത്തെ അണിയിച്ചൊരുക്കി നമ്മുടെ കഴിവും നമ്മുടെ അറിവും ലോകം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന അവസരങ്ങളും സംയോജിപ്പിച്ചുകൊണ്ട് പരമാവധി ഏൺ ചെയ്യാൻ, ആർജിക്കാനുള്ള അവസരമായി ഗൃഹസ്ഥ ജീവിതത്തെ കാണുന്നവർ എത്ര പേരുണ്ട്? ഋഷി ഉപദേശിക്കുമ്പോൾ, അതായത് വിദ്യാഭ്യാസം കഴിഞ്ഞ്, അതായത് ഗുരുകുലത്തിൽ കഴിഞ്ഞ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി അവിടെ നിന്നും ഗുരുവിനെ നമസ്കരിച്ച് വിരമിച്ച് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ച് ഒരു ഉത്തമ കുടുംബജീവിതം നയിക്കാനുള്ള സന്നാഹങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ, വിവാഹത്തിന്റെ ക്രിയകളൊക്കെ കഴിഞ്ഞാൽ രണ്ടുപേരെയും ആചാര്യൻ അനുഗ്രഹിക്കുമ്പോൾ പറയുന്ന ചില ശ്ലോകങ്ങളുണ്ട്. അതിലൊരു ആഹ്വാനമുണ്ട്: നിങ്ങൾക്ക് ധാരാളം സന്തതികൾ ഉണ്ടാകട്ടെ, ധാരാളം ഭൂമി ഉണ്ടാകട്ടെ, ധാരാളം വളർത്തുമൃഗങ്ങൾ, പശു മുതലായവ ഉണ്ടാകട്ടെ, ധാന്യപ്പുരകൾ പെരുകട്ടെ, കൃഷിഭൂമികൾ വർദ്ധിക്കട്ടെ, കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടാകട്ടെ. ഇങ്ങനെ അഭിവൃദ്ധിയുടെ ഒരു വലിയ ആഘോഷമായിരിക്കണം ഗൃഹസ്ഥാശ്രമം. പക്ഷെ നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉള്ള കാര്യം എന്താ? കല്യാണം കഴിഞ്ഞാൽ പിന്നെ പെട്ടു, എന്താ? മൊത്തം കടം അല്ലേ? മൊത്തം കടം. ഒന്നുകിൽ ഭാര്യയുടെ കുടുംബസ്വത്ത്, അവരുടെ ആഭരണം, അല്ലെങ്കിൽ അവർക്ക് അച്ഛനമ്മമാരും ബന്ധുക്കൾ കൊടുക്കും സമ്മാനം, ഇതൊക്കെ കൊണ്ട് ചുറ്റിപ്പറ്റി കുറച്ചു കാലം കൂടെ തള്ളി നിൽക്കുക എന്നുള്ളതാണ്. സൂത്രത്തിൽ കാര്യം കഴിക്കുക എന്നുള്ളൊരു പ്രവണത നമ്മുടെ ഇടയിലുണ്ട്. അതല്ല വേണ്ടത്. അത് നേരത്തെ പറയണം. ഒരു കുടുംബ പരിപാലനത്തിന് വേണ്ട, നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയറിയാം, നമ്മുടെ ഇടയിൽ ഈ വിവാഹത്തിന് ശേഷമാണോ അതിനുള്ള സൗകര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്നത്, അതോ വിവാഹത്തിന് മുൻപാണോ പലരും? നല്ലൊരു തൊഴിൽ നേടി കൃത്യമായ സ്ഥിരമായ ഒരു വരുമാനം കൊണ്ട് ഒരു ഗൃഹം നിർമ്മിച്ച് അതിൽ സുഖസൗകര്യങ്ങൾ കൂടി പാർക്കുക എന്ന ഒരു ശൈലിയിലാണോ നമ്മുടെ ഇടയിൽ ഇപ്പോഴും വിവാഹങ്ങൾ നടക്കുന്നത്? എന്താ നിങ്ങളുടെ ഇത് കഴിഞ്ഞിട്ട് വീട് വെക്കുന്നതിനെ കുറിച്ചും ഭൂമി വാങ്ങുന്നതിനെ കുറിച്ചും ഒക്കെ ആലോചിക്കണം. നോക്കൂ, പിന്നെ ലോണായി, പിന്നെ അതിൻ്റെ കടം വീട്ടലായി, പിന്നെ ഉന്തിത്തള്ളി പിന്നെ അതിൻ്റെ ഭാരം വഹിച്ചു പരസ്പരം കലഹിച്ചും അല്ലേ, വേർപിരിഞ്ഞും, പിന്നെ കൂട്ടുകൂടിയും അതിൻ്റെ ലഹരിയിലൂടെ പോയും ഒക്കെ ഒരു വിധത്തിൽ കൊണ്ടു. ഇതിൻ്റെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വേണ്ട സമയം അലട്ടുന്നത് ഏത് പ്രായത്തിലാണെന്ന് അറിയാമോ? ഏത് പ്രായത്തിലാണ്? വാർദ്ധക്യകാലത്താണ് ഇതിൻ്റെ വിഷമതകൾ പലതും അനുഭവിക്കുന്നത്. അതാണ് നമ്മൾ മക്കൾക്ക് വേണ്ട വിദ്യാഭ്യാസവും വേണ്ട മൂല്യബോധവും പകർന്ന് അവർക്ക് മാതൃകയായി ജീവിക്കാത്തിടത്തോളം കാലം നമ്മുടെ വാർദ്ധക്യം അസ്വസ്ഥതകൾ നിറഞ്ഞതായിരിക്കും, പരാതികളുടെ കൂമ്പാരമായിരിക്കും. പിന്നെ നമ്മൾ പലതും ഉപദേശിക്കാനും തിരുത്താനും പോയാൽ അത് നടപ്പിലാകുമോ? പ്രായമായി കഴിഞ്ഞാൽ ഈ പഴങ്കഥ പറഞ്ഞ് അവരോട് സംസാരിച്ചാൽ അവരൊക്കെ നമ്മളെ പുച്ഛിച്ച് ഉപേക്ഷിക്കുകയുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ പറയണത്? അതുകൊണ്ട് ഈ യജ്ഞനും ഋഷഭനെ നമ്മൾ കാണുന്നുണ്ട് പഞ്ചമസ്കന്ധത്തിൽ. ഋഷഭന് എത്ര മക്കളുണ്ടായിരുന്നു? ഭാഗവതം വായിച്ചവര് പറയും ഋഷഭന് എത്ര സന്തതികളാണ്? 100 മക്കൾ ഉണ്ടായിരുന്നാ പറയുന്നത്. 100 വേണ്ടപ്പാ, 100 വേണ്ട, അത് പ്രാക്ടിക്കൽ അല്ല. പക്ഷെ ഭാഗവതം പേരിക്ക് പറയാം ആ കാലത്ത് ഉണ്ടായേക്കാം. അത് സംശയം തോന്നുന്നില്ല. പണ്ടൊക്കെ 10ഉം 15ഉം കുട്ടികളുള്ള ആൾക്കാരുണ്ടായിരുന്നില്ലേ? ഇല്ല. ഫോട്ടോസ്റ്റാറ്റ് പോലെ ഓരോ വർഷവും ഇങ്ങനെ ടപ് എന്ന് പറഞ്ഞ് 10ഉം 15ഉം കുട്ടികളും 16 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു പ്രവണത നമ്മുടെ മനസ്സിൽ തന്നെ ഉടലെടുക്കും. പ്രകൃതിയുടെ ഒരു വ്യവസ്ഥ അതാണ്. പിന്നീട് എന്ത് ചെയ്യണം? ഇതൊക്കെ ഉചിതമായി പരിപാലിച്ചതിന് ശേഷം അനന്തരാവകാശികൾക്ക് കൃത്യസമയത്ത് കൈമാറണം. അവർക്കത് അനുഭവിക്കാനും ഉപയോഗിക്കാനും അവസരം നൽകിക്കൊണ്ട് അധികം അവരുടെ കാര്യങ്ങളിൽ നിന്നും അഭിപ്രായം പറയാനും ഇടപെടാനും തർക്കിക്കാനും പോകാതെ സ്വസ്ഥരായി ശാന്തരായി കഴിയണം. സാധ്യേഭ്യശ്ച പിതൃഭ്യശ്ച കവയോ യത്പിതന്വതേ സിദ്ധാൻ വിദ്യാധരാൻ ചൈവ തിരോധാനേന സോസൃജത തേഭ്യോ ദദാത്തമാത്മാനം അന്തർധാനാഖ്യമദ്ഭുതം സക്കിന്നരാൻ കിം പുരുഷാൻ പ്രത്യാത്മേനാസൃജത് പ്രഭോ മാനയന്നാത്മനാത്മാനം ആത്മാഭാസം വിലോകയൻ തേതു തജ്ജഗൃഹൂരൂപം ത്യക്തം യത് പരമേഷ്ടിനാം മിഥുനീഭൂയ ഗായന്ത തമേവോഷസി കർമ്മഭിः
देहेन वै भोगवतां शयानो बहुचिन्तयां सर्गेऽनुपचिते क्रोधाद् उत्ससर्जतः तद्वपुः एहीयन्ताम् उदकेशाम् अहयस्तेऽङ्गजज्ञिरे सर्पा प्रसर्पदक्रूरां नागा भोगोरुगन्धराः स आत्मानं मन्यमानं कृतमृत्यम् इवात्मभूः तदा मनोन् ससर्जान्ते मनसा लोकभावनान्